ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. തുറക്കുമ്പം ഉണ്ടോ, ഇത് പണ്ട് ട്രാവൽ ചെയ്തത്. ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഇരിക്കണം, അതാണ് നല്ലത്. എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഇതൊക്കെ ഇപ്പോഴും ഇതിനകത്തുണ്ടോ? ഇങ്ങനെ തുറക്കും, വല്ലപ്പോഴൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാലേ സാധനങ്ങൾക്ക് എന്തൊക്കെ എവിടെയൊക്കെ ഉള്ളതെന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഏതൊക്കെയാ ഹോസ്പിറ്റലിൻ്റെ ബില്ലൊക്കെയാണ്. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണോ? ഇത് ജോലിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ മാസ്ക്. അയ്യോ, പുറത്തേക്ക് നമ്മളൊരു കാലത്ത് എല്ലാവരും മാസ്ക് ഒക്കെ വെച്ച് നടന്നുകൊണ്ടിരുന്നതല്ലേ. ഇത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോകുന്നതല്ലേ. ഇപ്പം 2025, നമ്മൾ 2019 മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നടന്ന് ഇത്ര പെട്ടെന്ന് വർഷങ്ങൾ പോയത്. പഴയ കുറേ ഫോട്ടോസ്, എല്ലാം എൻ്റെ ഫോട്ടോസ് തന്നെ. ഇത് ഒരു അഡ്മിറ്റ് കാർഡ്, ഒരു എക്സാം എഴുതിയൊരു അഡ്മിറ്റ് കാർഡ്. ഇതൊക്കെ വെച്ചേക്കോ. ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. മുന്നുള്ള കമ്പനിയിൽ നിന്ന്, ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള റെസിഗ്നേഷൻ ലെറ്റർ, അതെൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ്, 6 സെമ്മിൻ്റെ മാർക്ക് ഷീറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഇതിന് പേര് തോന്നുന്നു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഒറിജിനൽ ഇതൊക്കെ പുതിയ ഫയലിലോട്ട് കയറ്റാം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്. PCC, ഈ PCC ആണ് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് പുതിയൊരു PCC ആണ് എടുത്തിട്ടുണ്ട്. പുതിയൊരു PCC ആണ് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ആവശ്യമില്ല. Degree certificate. You know, I am a degree holder. ഇപ്പം ഞാൻ കാണിച്ചില്ലേ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ്. ഇങ്ങനെ എല്ലാത്തിനും ഒറിജിനലുണ്ട്, എല്ലാത്തിനും ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്. അങ്ങനെയായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. എടുത്തിട്ട് ഇതേപോലെ ഫയലിൽ ഇങ്ങനെ വെച്ചിരിക്കും. കേട്ടോ, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കുറേയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിനും ഒറിജിനൽ നമുക്ക് പുതിയ ഫയലിനകത്ത് വയ്ക്കാം. അതാകുമ്പം പരിപാടി പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ ശരിയാക്കില്ല, ഡിഗ്രിയുടെ ആയി. ഇത് പ്ലസ് ടുൻ്റെ ഫ്രണ്ടിലോട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. തപ്പി നോക്കാം, ഏതെങ്കിലും പേജിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. തപ്പണം. ഇത് SLC. ഞാൻ പണ്ട് എന്താ NCCക്ക് ഉണ്ടായിരുന്നു, NSSനുണ്ടായിരുന്നു. പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് NSSനായിരുന്നേ. അതിൻ്റെ സർട്ടിഫിക്കറ്റും അത് മറ്റേക്ക് കോപ്പിയും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
NCC സർട്ടിഫിക്കറ്റ്. അതിന് ഇവിടെ ഉണ്ട് കോപ്പി, ഇതിനകത്തുണ്ട് ഒറിജിനൽ മാറ്റിയേക്കാം. പണ്ട് NCCക്കുള്ളപ്പോൾ എൻ്റെ സമയം പിന്നെ NCCയുടെ നവംബർ ലാസ്റ്റ് സൺഡേ NCCയുടെ ആ സമയത്ത് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയത് ഞങ്ങളുടെ കണ്ണൂരുള്ള കാഞ്ഞിരക്കൊല്ലിയിലാണ്. ഞങ്ങൾ കാഞ്ഞിരക്കൊല്ലി മലയൊക്കെ കയറി ഒരു സൈഡിൽ കൂടെ കാടും ഇതൊക്കെ ഉള്ള ഇങ്ങനെ കയറിപ്പോൾ ഇപ്പുറത്തെ സൈഡ് റോഡിൽ കൂടെ അങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലമായിരുന്നു ചില. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഫോണില്ല, ഒന്നുമില്ല, പഠിക്കുക. അത് ഒരേ പ്രായത്തിലുള്ള കുറേ പിള്ളേരുണ്ടോ ആ നാട്ടിൽ. പിള്ളേരൊക്കെ കൂടെ നീ കക്ക് കളിയൊക്കെ ഓർക്കണുണ്ടോ? ആ സമയത്ത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള കളിയാണ് കക്ക് കളിക്കുക. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വന്തമായി പക്ഷേ എന്തോ തള്ള വൈബായി നോക്കെ ആയിക്കോട്ടെ. പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സന്തോഷം കിട്ടുക എന്നുള്ളത് അങ്ങനെ ഓർമ്മകളുള്ളതുകൊണ്ടേ. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ദൈവാനുഗ്രഹിച്ചിട്ട് കോവിഡ് വന്നിട്ടില്ല. എന്തോ ദൈവാനുഗ്രഹമായിരുന്നു അത്. അല്ലാതെ നാട്ടിൽ മിക്കവർക്കും കോവിഡ് വന്നപ്പോഴും ദൈവാനുഗ്രഹിച്ചിട്ട് വന്നില്ല. ഇത് PCC, പഴയ PCC ഇതിൻ്റെ ആവശ്യമില്ല. +1 +2 ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു കടിച്ചിൽ. ആ സമയത്ത് സ്ട്രഗിൾ ഓർത്തിട്ടെ +1 +2 സ്ട്രഗിൾ. ഇത് നമുക്ക് നമ്മൾ 10th കഴിഞ്ഞ് പോകുമ്പോൾ +2 കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് തരുന്ന സാധനമാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ആ സാധനങ്ങൾ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ കോപ്പിയുണ്ട്. ഇതൊക്കെ എടുത്തു വയ്ക്കാൻ എത്ര നാളെന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു ഒരിക്കലും എടുത്തേക്കത്തില്ല. ഇങ്ങനെ ടോണാക്കിയത് അവിടെ ഒരു അച്ഛൻ്റെ അമ്മേൻ്റെ ആധാർ, എൻ്റെ പാൻ കാർഡ്. പാൻ കാർഡ്. ഇത് കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ലെറ്ററുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ ആധാർ, എൻ്റെ അവകാശം. ഞാൻ മുന്നേ നിന്ന വീടിൻ്റെ എഗ്രിമെൻറ്റ്. അതല്ല ഇതൊക്കെ. പിന്നെ ഇത് യൂണിഫോമിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. പഴയ CV ഈ കെട്ട് മുഴുവൻ എൻ്റെ പഴയ CV ആണ്. പഴയ CV ഒരുപാടുണ്ടായിരുന്നേ. ആ ഒരു ഇതിൽ കുറച്ച് വൈറ്റ് A4 പേപ്പർ വെച്ചേക്കുന്നത്, ചുമ്മാ A4 പേപ്പർ. അല്ലാതെ എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാലോ ഇതുണ്ട്.
ഇത് ഇവിടുന്ന് ലാസ്റ്റ് ടൈം എക്സാം കമ്പനി എക്സാം എഴുതിയിട്ട് പാസ്സായതിൻ്റെ റിസൾട്ട്. ഉള്ളൂ ഡോക്യുമെൻസൊക്കെ. പിന്നെ ഇവിടെ കണ്ടു, ഇവിടെ ഒരു പെണ്ണുണ്ട്. 2 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാണിച്ചു തരാം. അതുപോലെ ഇതൊക്കെ നിർത്തോട്ടെ. ഇത് നമ്മൾ ആ എഗ്രിമെൻറ്റ്, വീടിൻ്റെ എഗ്രിമെൻറ്റ് ഇല്ലേ, മുന്നേ താമസിച്ച്, ഇപ്പോൾ താമസിക്കുന്നതല്ല, മുന്നേ താമസിച്ചു. ഇപ്പോൾ താമസിക്കുന്നത് വേറെ എഗ്രിമെൻറ്റ്. ഇവിടെ എപ്പോഴും എടുക്കാൻ പാകത്തിന് ഇവിടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത്, സ്റ്റഡി ടേബിളെന്ന് പറയാൻ പറ്റുന്നത് അവിടെ ബുക്കിൻ്റെ ഒക്കെ കൂടെ വെച്ചേക്കുക. ഇത് പഴയതാണ്. ഇതൊക്കെ ഇതിനകത്തുണ്ടെന്ന് തന്നെ ഇപ്പോൾ ഈ തുറന്നപ്പോഴാണ് അറിയുന്നത്. ഇവരൊക്കെ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഈ ഫയലിലാണ് നിൽക്കട്ടെ, കാരണം അങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതല്ലോ. പിന്നെ അതിനെ കഴിഞ്ഞ് മറ്റേക്കാം. ഇനി ഈ ഫയലിലോട്ട് വെക്കാനുള്ള ഡോക്യുമെൻറ്റ്സ്. അതൊന്നുമില്ല, അതെനിക്ക് മൂക്കടഞ്ഞിട്ട് നടക്കാത്തത് എനിക്ക്. ഇത് എൻ്റെ പാൻ കാർഡ്, അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിരി ഓരോ ആധാർ കാർഡ് വരെ കോപ്പി അതിനകത്തേക്കുന്നു. ആദ്യം വെച്ച് തന്നു കേട്ടോ. പിന്നെ NCC സർട്ടിഫിക്കറ്റ്, NSS സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ ഒറിജിനൽ ഇതിൽ വയ്ക്കുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡിഗ്രിയുടെ ഉൾക്കൊള്ളത്തെ സാധനങ്ങൾ, ഓരോ സെമസ്റ്റർ വൈസ് റിപ്പോർട്ടില്ലേ ആ സാധനം. പിന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ആ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിരിക്കും. ഇനി അതിൻ്റെ SLC സർട്ടിഫിക്കറ്റ്, ഇനി ഞാൻ കാണിക്കുന്നത് കാണാമോ, എൻ്റെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കാണാമോ, SLC സർട്ടിഫിക്കറ്റ്. എന്തോരം സ്ട്രഗിൾ ചെയ്തതായി സാധനങ്ങൾക്ക് വേണ്ടി. ആ സമയത്തൊക്കെ ഇത് മേടിക്കുക എന്നുള്ളത് അതൊരു കാലം. അങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പഠനം മാത്രം മനസ്സിൽ കൊണ്ടുവരുന്നത്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയം. ഇപ്പോഴും ആഗ്രഹിക്കും പണ്ടത്തെ പോലെയൊക്കെ പഠിക്കണമെന്ന്. പക്ഷേ ബുക്ക് എടുക്കാൻ പെട്ടെന്ന് ഉറക്കം വരിക, പറഞ്ഞില്ലേ മടി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ഫയലൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്, കാരണം തൊണ്ടയ്ക്കൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ വേദന കുറച്ച് കുറവുണ്ട്. പോരാതെ ഞാനിന്നിപ്പം കുറച്ച് മുന്നേ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ ആകത്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇതേപോലെ ഓരോ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പറയാൻ. ഓരോ ഡോക്യുമെൻറ്റ്സ് എടുക്കുമ്പം അതിനോട് ചേർന്നുള്ള ഒരുപാട് ഓർമ്മകൾ, നല്ല നല്ല ഒരുപാട് ഓർമ്മകളുണ്ടാവില്ലേ. അതുപോലെ തന്നെ ഡിഗ്രിയുടെയും +2യുടെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുത്തപ്പോൾ എനിക്കും ഉള്ളത്. ആ ഒരു കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വല്ലാത്തൊരു സന്തോഷമാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഞാൻ അവരെ കുറ്റം പറയുകയോ അടിച്ചാക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുമല്ല. ചില കുട്ടികളില്ലേ ടീച്ചേഴ്സിനെ എതിർത്ത് സംസാരിക്കുന്നത്, വഴക്ക് പറയുന്നത്, നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലേ. അതേപോലെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു അഭിമാനം തോന്നണില്ലേ. നമ്മുടെ ടീച്ചേഴ്സിന് കൊടുത്ത ബഹുമാനം, നമ്മൾ ടീച്ചേഴ്സിനെ സ്നേഹിച്ചത്, തിരിച്ച് ടീച്ചേഴ്സ് സ്നേഹിച്ചതൊക്കെ ആയിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സന്തോഷം, ഒരു അഭിമാനമൊക്കെ തോന്നുക. ചിലപ്പോൾ ആ ടീച്ചേഴ്സിനൊക്കെ ആ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഗുരുത്തുള്ളത് കൊണ്ടായിരിക്കും ഇന്ന് നമ്മളൊക്കെ ഇവിടെ എവിടെയെങ്കിലും എത്തിപ്പെട്ടതോ അത്യാവശ്യം പഠിച്ചിറങ്ങിയപ്പോഴേക്കും ഒരു ജോലിയൊക്കെ കിട്ടിയത് അവരുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം. ഇന്നുകൊണ്ട് ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ, എൻ്റെ സഹന ടീച്ചർ, ആ സഹന ടീച്ചർക്കുള്ളതാ. അതേപോലെ സഹന ടീച്ചർ, സരിത ടീച്ചർ, വീണ ടീച്ചർ, 3 പേർക്കും ചിലപ്പോൾ ഒരാൾക്ക് മാത്രം കൊടുത്താൽ മറ്റാൾക്ക് ചിലപ്പം ദേഷ്യം വന്നാലോ കുശുമ്പൊക്കെ വന്നാലോ. ആ ടീച്ചേഴ്സ് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, വല്ലാത്ത ഇഷ്ടമാണ് ടീച്ചറൊക്കെ. LP കഴിഞ്ഞ് ഞാൻ 6ാം ക്ലാസ്സിലോട്ട് UP സ്കൂളിലോട്ട് പോയപ്പം അവൾ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് വന്നത് സഹന ടീച്ചറാണ്. അന്ന് എനിക്ക്
ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ആ ടീച്ചറെ. ഇന്നും ഞാൻ ആ ടീച്ചറെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ടീച്ചറെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് 1000 നാവാ. അത് ഞാനിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പം മിക്കപ്പോഴും ഞാൻ സ്കൂളിൽ പോകും. എല്ലാ ടീച്ചർമാരെ കാണാൻ ഒരുപാട് അതിന് പഠിപ്പിച്ച ടീച്ചറെ ഞാൻ പഠിച്ച സമയത്തുള്ള ടീച്ചേഴ്സൊക്കെ മിക്കവരും റിട്ടയറായി. ചിലരെയൊക്കെ ഞാൻ വീട്ടിൽ പോയി കാണാറുണ്ട്, ചിലരെ സ്കൂളിൽ ചെന്ന് കാണുമ്പോൾ അത് അവരെയൊക്കെ കാണാമെന്നുള്ളത് മനസ്സിൽ ഇപ്പോഴൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ LP സ്കൂളിലെ ടീച്ചേഴ്സ് അവരും മിക്കവാറും റിട്ടയറായി. പിന്നെ അതിൽ ചില ടീച്ചേഴ്സിനൊക്കെ വീട് LP സ്കൂളിനടുത്ത് തന്നെ. അപ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട് കാണാൻ വേണ്ടി, ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി. അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ബ്രേക്ക് വന്ന്, കാരണം ഹൗസ് ഓണർ ചേച്ചി വിളിച്ചായിരുന്നു. കാരണം അവർ ചക്ക പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചക്ക തരാൻ വിളിച്ചതാണ്. നല്ല സ്നേഹമുള്ള കൂട്ടർ കേട്ടോ. ഇങ്ങനെ ചക്കയും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ തരും. അതുപോലെ അവർ എന്തെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ടൊക്കെ പോകും. ഞാനും അതേപോലെ പറഞ്ഞിട്ടൊക്കെ പോകും. നല്ല സ്നേഹമുള്ള കൂട്ടർ ഇവർ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച്. അപ്പം എന്തോ ഭാഗ്യം ചെയ്ത പിള്ളേരാണ് നമ്മൾ കേട്ടോ. നമ്മളെന്ന് പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞേക്കാം. നമ്മൾ പൊതുവെ പറയുന്നത് ശരിയല്ലല്ലോ, നമ്മൾ സ്വന്തം കാര്യം മാത്രം പറയാം. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മൾ സ്നേഹിക്കുക. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ജീവനാണ് നമ്മുടെയൊക്കെ. അപ്പം ദേഷ്യം കൊണ്ട്, അസൂയ കൊണ്ട്, കുശുമ്പ് കൊണ്ടൊന്നും ജീവിതം തീർക്കാതെ സഹകരിച്ച് മറ്റുള്ളവരോടൊക്കെ സന്തോഷത്തോടെ നിന്ന് സമാധാനത്തിൽ അങ്ങ് ജീവിച്ചു പോവുക. നമ്മളിപ്പോൾ ദേഷ്യവും കുശുമ്പൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പം അതാർക്കാണ് നമുക്ക് തന്നെ കേടുണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ എനിക്കിപ്പോൾ വേറൊരാളുടെ ദേഷ്യമാണെങ്കിൽ അത് അയാൾ അറിയാൻ കൂടെ പോകുന്നില്ല. ചിലപ്പോൾ എനിക്ക് അയാളുടെ ദേഷ്യമാണെന്നുള്ളതോ അല്ലെങ്കിൽ അയാളോട് എനിക്ക് കുശുമ്പുണ്ടെന്നുള്ളതോ അത് അയാൾ അറിയാൻ പോകുന്നില്ല. അയാൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യുന്ന കൂടി ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊക്കെ ഉള്ളത്. അയാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നതും ദേഷ്യം വരുന്നതൊക്കെ എൻ്റെ മനസ്സിലായിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ അവിടെ എൻ്റെ ശരീരത്തിന് തന്നെ അവിടെ കേട് വരുന്നത്. അപ്പോൾ എന്താ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുക. എല്ലാവരോടും സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുക. ഇതൊക്കെ പറയാൻ ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല. പക്ഷെ എനിക്കെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങ് വന്നു പോയതാ. പറഞ്ഞാലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ അതുവരേക്കും ബൈ.